Massive. 1946. ഇവിടെ പഴയ കാറുകളുടെ മാത്രമല്ല, നമ്മുടെ നാട്ടിലും പണ്ട് കാലത്തുണ്ടായിരുന്നതും അല്ലാത്തതും ഈ അയർലൻഡിലും ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്. അയർലൻഡിലെ ഒരു വർഷപ്പാണ്. നമ്മുടെ നാട്ടിലെ വർഷപ്പ് പോലെയൊക്കെ തന്നെ നമ്മുടെ ആശാന്മാരെ കണ്ടിട്ടില്ലേ? ബ്രേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വിൻറ്റേജ് കാറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കയറി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ കാണിക്കാം. Toyota. What is this? Impala. Lot of collections. Ford. Toyota Corolla പഴയ 86. Ford. Toyota 83. ഇവിടെ പഴയൊരു മിനി കൂപ്പർ കിടപ്പുണ്ട്. തീരെ ചെറിയൊരു ടോയ് കാറിന്റെ ഒരു പോലെ തോന്നുന്നത്. 1955. ഇതിന്റെ സൈസ് ഞാൻ കാണിക്കാം. ഇവിടെ ഒരു കിടിലൻ സാധനം കിടപ്പുണ്ട്. മെഴ്സിഡസ് ബെൻസ്. നമ്മൾ ടൈറ്റാനിക് മൂവി കണ്ടപ്പോൾ ആ ഷിപ്പിനകത്ത് ഒരു ഡോറ് തുറക്കുമ്പോൾ ഒരു പ്രദേശം മൊത്തം ആ ഷിപ്പിനകം വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻസ്. ആ ഒരു ഫീലാണ് ഇവിടുത്തെ ഇവരുടെ ഈ ഗ്യാരേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചത്. ലിവിങ് വെരി ലോ പ്ലാറ്റ്ഫോം. ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ പഴയ കാറുകളുടെ മാത്രമല്ല, ഉണ്ട് നമ്മുടെ നാട്ടിലും പണ്ട് കാലത്തുണ്ടായിരുന്നതും അല്ലാത്തതും ഈ അയർലൻഡിലും ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്. ഞാൻ അതെല്ലാം പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഓടിച്ചു. അതിനകത്ത് പാത്രങ്ങൾ, വാള്, കാർഷിക ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഗെയിം, പഴയ കണ്ണാടി, പഴയ ഒരുപാട് ബുക്സ്, പഴയ ചിത്രങ്ങൾ. അതൊരു സംഭവം മിസ്സായാലും പഴയ കോയിൻസ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഷിപ്പ് ടൈറ്റാനിക്. ടൈറ്റാനിക്. പഴയ റേഡിയോ. ഇതൊക്കെ ഒരു ഒന്നൊന്നര മെമ്മറിയാണ്. പഴയ പെയിൻറ്റിങ്സ് ഒക്കെയാണ്, അതൊക്കെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു നല്ലൊരു ഫീലിംഗ്. പഴയ പാത്രങ്ങൾ, ഓട്ടു പാത്രങ്ങൾ, പഴയ ആയുധങ്ങൾ, ബാഗ്, ടൂൾസ്, പഴയ കാലത്തെ ടൂൾസ്, കുട്ടിക്കാലത്തെ പഴയ കാറുകൾ. നമ്മുടെ നാട്ടിൽ പഴയ സൈക്കിൾ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തെങ്കിലും ഫെസ്റ്റിവൽ അല്ലെ മാരേജ് അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല, ആർക്കും അങ്ങനെ കൊടുക്കാറില്ല. ഇത് വിൻറ്റേജ് കാറുകളുടെ അതിനോടുള്ള ഒരു ഇഷ്ടം കാരണം, സ്നേഹം കാരണം അതിൻ്റെ കളക്ഷനാണ്. അത് പുള്ളിയുടെ ഒരു സ്വകാര്യമായ ഒരു സ്വത്താണ്. അപ്പോൾ എന്നോടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളാൻ പറഞ്ഞ് ഗ്യാരേജ് തുറന്നു തന്നതാണ്. ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എടുത്തോ. സാധാരണ ഇത്രയും പ്രൈവറ്റായിട്ടൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ആരും മറ്റുള്ളവരോട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ സമ്മതിക്കില്ല. പക്ഷെ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം അവിടെ വർക്ക്ഷോപ്പിൽ വണ്ടി റിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അണ്ടിൽ ദെൻ ബൈ, സീ യു.
Massive. 1946.